ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഈ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കസ്റ്റം ചെയ്തെടുത്താണ്, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗോപ്രോയുടെ ഹീറോ 9 ആണ്, ബ്ലാക്ക് വേർഷൻ. ഇതിൻ്റെ മുകളിൽ ഈ ഒരു പുതിയ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഞാൻ 2020 മേടിച്ചൊരു ക്യാമറയാണ്, ഹീറോ 9. ഏകദേശം വാറണ്ടിയൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നൊരു ക്യാമറയായിരുന്നു. അത് ഞാനിപ്പോൾ ഈ ഒരു ടൈം വരെ 2025 ആയി. ഈ ഒരു ടൈം വരെ ഞാൻ യൂസ് ചെയ്ത് ഒരു കുഴപ്പമില്ലാണ്ട് കുറേ കാലമായിട്ട് ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു മോട്ടോ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ആ ഒരു സംഭവം ഞാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലുണ്ടായിരുന്ന ടൈമിൽ ഞാൻ ഏകദേശം ഒരു 8500 ആ ഒരു പ്രൈസിനെടുത്ത് കൊടുത്തിട്ട് മീഡിയ മോഡ് മേടിച്ച്, ഗോപ്രോയുടെ മീഡിയ മോഡ്. ആ ഒരു സാധനം ഉണ്ടെങ്കിലേ വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതില്ലേ, എന്താ പറയുക, ഇപ്പോൾ മൈക്ക് അഡാപ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അത് ഏകദേശം കാണാൻ ഇതേമാതിരിയൊക്കെ ഉണ്ടാവും. നമ്മുടെ ഇതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു സി പോർട്ട് അഡാപ്റ്റർ ഒരു കണക്ടർ വരുന്നുണ്ട്. അതിന് മുകളിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാക്കേറെ കൊണ്ട് അപ്പോൾ ഈ ഒരു മൈക്ക് അഡാപ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കസ്റ്റം ചെയ്ത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. എനിക്ക് ഈ ഒരു മൈക്ക് അഡാപ്റ്റർ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഗോപ്രോ കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചില നേരം എടുക്കുന്ന വീഡിയോസൊക്കെ വല്ലാണ്ട് ലെങ്തി ആയിരിക്കും. ഞാൻ എന്നിട്ട് പിന്നെ ട്രിം ചെയ്തിട്ടാണ് ഞാൻ എനിക്ക് ആവശ്യമുള്ള ക്ലിപ്പ് മാത്രമായിട്ട് എടുക്കല്. അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യണം. എനിക്ക് ഈ പറഞ്ഞ മാതിരി റോഡിലുള്ള ഇൻസിഡൻറ്റ്സ്, ആക്സിഡൻറ്റ്സ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് വണ്ടി ഓടിക്കുക. അപ്പോൾ എനിക്കൊരു ലോങ്ങർ ബാക്കപ്പ് കിട്ടണം. നമ്മുടെ ഗോപ്രോ ഹീറോ 9 വരുന്ന ഏകദേശം ഒരു 2 മണിക്കൂർ ബാക്കപ്പ് മാത്രമേ വരലുള്ളൂ. അപ്പോൾ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇതിലിപ്പോൾ ഈ ഒരു മീഡിയ മോഡ് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 8500 രൂപ കൊടുത്ത് മേടിച്ച ഒരു മീഡിയ മോഡ് ഞാൻ ഇതിനോട് യൂസ് ചെയ്തിട്ടില്ല. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചാർജ് കണക്ട് ചെയ്യുമ്പോൾ മൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്ട് ആയി പോകും. നമ്മൾ ഓൾറെഡി ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉള്ളിലിതേ ഈ ഒരു ഭാഗത്തായിട്ട് മൈക്ക് ഉണ്ടല്ലേ, ഈ ഒരു മൈക്ക് വെച്ചിട്ടാണ് മോട്ടോ വ്ളോഗിങ്, കാര്യമായിട്ടുള്ള വ്ളോഗിങ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മീഡിയ മോഡ് യൂസ് ചെയ്യുമ്പോൾ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. ചാർജിലിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മീഡിയ മോഡും ഈ ഒരു ഡിവൈസുമായിട്ടുള്ള കണക്ഷൻ കട്ടാവുകയാണ്. മീഡിയ മോഡ് എങ്ങനെയുള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് കട്ടായി പോവാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ഒരു ഗോപ്രോ ഫുള്ള് ടിയർ ഡൗൺ ചെയ്ത് ഫുള്ള് പൊളിച്ചെടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഇൻറ്റേർണൽ മൈക്ക്, ഈ ഗോപ്രോയുടെ ഉള്ളിൽ വരുന്ന ഇൻബിൽഡ് മൈക്ക് ഉണ്ട്, അതിലൊന്ന് പുറത്തേക്ക് എടുത്തു. അതിൻ്റെ കണക്ഷൻസാണ് നിങ്ങൾ ഈ കാണുന്നത്, ഇതിലൂടെ പുറത്തേക്ക് പോകുന്നത്. അത് നേരെ ഉള്ളിലേക്ക് പോയിട്ടാണ് ഞാനിവിടെ ഈ ഒരു മൈക്ക് കണക്ഷൻ സെറ്റാക്കിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് ഒരു എക്സ്റ്റേണൽ മൈക്കില്ല, ഇത് റിമൂവബിളാണ്. ഇത് എന്താ പറയുക, പെർമനൻ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചല്ല, റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ. പിന്നെ അതേമാതിരി ഈ ഒരു വയർ പോകുന്നുണ്ടോ, ഇതെൻ്റെ ഗോപ്രോയുടെ ഒരു ചാർജിങ് സെറ്റപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നോക്കിയാലൊക്കെ കാണാം, ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാം. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഞാനിതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കണക്ടർ കംപ്ലയിൻ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിതിപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുമല്ലോ. അപ്പോൾ കേബിൾ വലിഞ്ഞിട്ടൊക്കെ ഇതിലൊരു ഗോപ്രോയുടെ കണക്ടർ കേടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റൻഷൻ പുറത്തേക്കൊരു കണക്ഷൻ കൊടുത്തതാണ്. അപ്പോൾ അതിങ്ങനെ ട്രാവൽ ചെയ്തിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇത് മോബിളാണ്. അപ്പോൾ ഇതിപ്പോൾ കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് ആ ഒരു പിന്നിന് ഡാമേജ് വരത്തില്ല. അപ്പോൾ ഞാനത് ഡയറക്റ്റ് പവർ ബാങ്കിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ചാർജ് ചെയ്ത് ഫ്രീക്വൻ്റ് ആയിട്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ ഏകദേശത്തിൽ ഒരു 100% ചാർജ് ഉണ്ടെന്നുണ്ട്. എൻ്റെ പവർ ബാങ്ക് 10,000 mAh ഒരു പവർ ബാങ്ക് യൂസ് ചെയ്യുന്നത്. അത് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ആ ഒരു 10,000 mAh ഈ ഒരു കോഴിനെ കൊല്ലും. അപ്പോൾ ഈ ഒരു ഗോപ്രോ എനിക്കൊരു 4 hours 5 hours കണ്ടിന്യൂസ് ആയിട്ട് 100% ബാറ്ററി തന്നെ എനിക്കത് വ്ളോഗേ ചെയ്യാൻ പറ്റും. അതിന് ശേഷമുള്ളത് ഈ ഒരു ഗോപ്രോത്തെ 2 hours കണ്ടിന്യൂസ് എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ടോട്ടൽ ഒരു 6 hours എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ സെറ്റപ്പ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഗോപ്രോ. ഇപ്പോൾ കണ്ടില്ല ഏകദേശം കോലം എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഇതിനുള്ള ചെയ്തേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഞാനിത് ഫുള്ള് ടിയർ ഡൗൺ ചെയ്തു. ഒരു പക്ഷേ ഇത് ഡെഡ് ആയിരുന്നു, തീരെ വർക്ക് ചെയ്യാത്ത കണ്ടീഷനിലായിരുന്നു. അന്ന് ഞാനത് ഫുള്ള് ഒന്ന് ടിയർ ഡൗൺ ചെയ്തിട്ട് നന്നാക്കിയെടുത്താണ്. ആ ടൈമിൽ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംഭവമാണ് ഈ മൈക്ക് പുറത്തേക്ക് എടുക്കാനുള്ള ഓപ്ഷൻ. അപ്പോൾ അതാണ് ഞാൻ ഇതിനുള്ളിൽ ചെയ്തേക്കുന്നത്. ഇത് കണ്ടില്ല, ഒരു 4 കണക്ഷൻസ്, ഈ ഒരു സാധനം. അപ്പോൾ ഇതിനുള്ളിലുള്ള ഒരു ഇൻറ്റേർണൽ ഒരു മൈക്ക് ഞാൻ ഓൾറെഡി പുറത്തേക്ക് എടുത്തു. അത് എന്നിട്ട് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ട് ഞാനത് ഒഴിവാക്കി. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ മൈക്കാണ്. എന്നുവെച്ചാൽ ഈ ഒരു ഗോപ്രോയുടെ അകത്ത് 3 മൈക്സ് ഉണ്ടാവും. അതിലിപ്പോൾ 2ാമത്തെ മൈക്ക് ഞാനത് ഇതേമാതിരി പുറത്തേക്ക് ഔട്ട് എടുത്തിട്ട് ഇവിടെ നിന്നാണ് ഞാൻ ഹെൽമെറ്റിനുള്ളിലേക്ക് കണക്ഷൻ ചെയ്തിട്ട് വ്ളോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഒരു ക്യാപ്പ് വരലുണ്ട്. അപ്പോൾ അത് കാലക്രമേണ പൊട്ടും. അങ്ങനെ പൊട്ടി. അപ്പോൾ ഞാൻ അതൊന്ന് സീൽ ചെയ്ത് വെച്ചേക്കാണ്. ഇതിൻ്റെ മുകളിൽ ഈ ഒരു മെഴുക്കുമാതിരി കാണുന്നത് എന്താ വെച്ചാൽ നെയിൽ പോളിഷാണ്. ഒരു പരിധി വരെ വെള്ളത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഡോറാണ് ഞാൻ പറഞ്ഞത് കസ്റ്റം ചെയ്തുണ്ടാക്കിയെന്ന് പറഞ്ഞത്. ഇവിടെയാണ് അതിൻ്റെ കണക്ടർ വരിക. ഗോപ്രോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെയാണ് ചാർജിങ്ങിന് കണക്ടർ വരിക. അത് ഞാൻ കുറച്ച് മുകളിലേക്ക് ആക്കി ഈ ഒരു സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്.
എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഹെൽമെറ്റിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരു മെയിൻ പിന്ന് ഡാമേജ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുകളിലേക്ക് ഞാനൊരു കണക്ഷൻ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരു സ്മാർട്ട് ഫോൺ സർവീസറാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പിന്ന് ഒരു ഡിഫറെൻറ്റ് പിന്നാണ്. ഇന്ത്യയിൽ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് പിന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ കളിച്ചില്ല. നേരെ പുറത്തേക്ക് ഒരു ഔട്ട് കൊടുത്തു, ഇവിടെ കൊടുത്തു. ഇവിടേക്കാണ് ഞാൻ എൻ്റെ ഹെൽമെറ്റിൻ്റെ മുകളിലുള്ള ആ ഒരു കേബിൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വ്ളോഗിങ് സെറ്റപ്പ്. ഹീറോ 9 ആണ്. 4K ഞാനാണ് ഈ ഒരു വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഈ ഒരു ക്യാമറയിൽ ഹെൽമെറ്റിൻ്റെ സെറ്റപ്പ് കാണിച്ചു തരാം. 2 മൗണ്ട്സ് സെറ്റാക്കിയിട്ടുണ്ട്. ഒന്ന് നമുക്ക് മറ്റേ ഈ റീൽസൊക്കെ പ്ലേ ചെയ്യുന്ന മാതിരി പോർട്രേറ്റ് ആയിട്ട് എടുക്കാനും, ഇത് നമ്മുടെ ലാൻഡ്സ്കേപ്പ്, നമ്മുടെ യൂട്യൂബിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു വയറാണ് ഞാൻ പറഞ്ഞ ഒരു ചാർജിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വയർ. അപ്പോൾ ആ ഒരു വയർ നേരെ പോയി ഈ ഒരു സൈഡിലേക്കാണ് വരുന്നത്. ഇതിനടിയിൽ ഒരു സി പോർട്ടാണ്. അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ചാർജ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു ഹെൽമെറ്റ് ഇവിടെ ഉണ്ടാവും. ഈ ഒരു പിൻ ഇതിൻ്റെ മുകളിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. ഇവിടെ എനിക്ക് പവർ ബാങ്ക് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് കഴുത്ത് തിരിക്കാനും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുവഴി എനിക്ക് എൻ്റെ ഒരു വീഡിയോ കട്ടാവാണ്ട് അതിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാണ്ട് തന്നെ എനിക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇതാണ് എൻ്റെ മൈക്കിൻ്റെ വേറെ വരുന്നത്. ഇത് നേരെ ഉള്ളിലേക്ക് ഈ സൈഡിലാണ് മൈക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ.